ട്രെയിനുകൾ ജനങ്ങൾക്കൊരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു വണ്ടിയാണ്, അതായത് തീവണ്ടി എന്ന് പറയുന്നത്. പക്ഷേ ജനങ്ങളുടെ ആകെ പ്രശ്നം ട്രെയിനുകളിൽ സമാധാനത്തോടെ യാത്ര ചെയ്യാനോ യാത്രാവേളകൾ ആസ്വദിക്കാനോ കഴിയില്ല എന്നുള്ളതാണ് ജനങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി. ഏറ്റവും തുച്ഛമായ ഒരു പൈസ ചെലവാക്കിക്കൊണ്ട് നമുക്ക് ദീർഘദൂര യാത്രകൾ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ട്രെയിൻ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ടിക്കറ്റുകൾ വ്യാപകമായി തന്നെ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി വർഷങ്ങളായി തന്നെ യാത്രക്കാർ വലിയ രീതിയിൽ ഉന്നയിക്കുന്നുണ്ട്. അതായത് കേന്ദ്ര സർക്കാരിനോട് തന്നെ റെയിൽവേ മന്ത്രാലയത്തിനോട് തന്നെ അവർ പരാതിയായിട്ട് പല പ്രാവശ്യം പറയുന്നുണ്ട്. കേരളത്തിൽ തൃശ്ശൂർ വരെ വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ യാത്ര ചെയ്യാൻ കഴിയുമെങ്കിൽ മലബാർ ഭാഗത്തേക്ക് പോകുമ്പോൾ ട്രെയിൻ ടിക്കറ്റിന്റെ കുറവ് കാരണം റിസർവേഷൻ ടിക്കറ്റ് പോലും ലഭിക്കാതെ യാത്രക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. എന്തെങ്കിലും ഒരു എമർജൻസി സമയത്ത് അല്ലെങ്കിൽ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമ്മൾ ട്രെയിനിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ടിക്കറ്റ് ലഭിക്കില്ല, അത് മുഴുവനും ഫുള്ളാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും, അല്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് എത്തും. ഇനിയിപ്പോൾ ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ യാത്രക്കാരുടെ ഒരു വലിയൊരു തിരക്ക് തന്നെയായിരിക്കും. ചിലപ്പോഴൊക്കെ യാത്രക്കാർ ഈ ട്രെയിനിന്റെ വാതിൽപ്പടിയിൽ ഇരുന്ന് വരെ അപകടകരമായ രീതിയിൽ യാത്ര ചെയ്യുന്ന ചില സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും കേന്ദ്ര സർക്കാർ കാണുന്നില്ലേ, അല്ലെങ്കിൽ റെയിൽവേ മന്ത്രാലയം കാണുന്നില്ലേ എന്നാണ് ഇപ്പോൾ യാത്രക്കാർ തന്നെ ചോദിക്കുന്നത്. പലപ്പോഴും റിസർവേഷൻ ടിക്കറ്റിൽ വരുന്നവരും അൺറിസർവ്ഡ് ടിക്കറ്റിൽ വരുന്നവരും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നത് പതിവാണ്. അതായത് അൺറിസർവേഷൻ ടിക്കറ്റ് എടുക്കുന്നവർ നേരെ ചെന്ന് റിസർവേഷൻ ചെയ്ത ബോഗിയിലേക്ക് കയറുന്നു. അങ്ങനെ ആ റിസർവേഷൻ ചെയ്ത യാത്രക്കാരും അതോടൊപ്പം തന്നെ അൺറിസർവേഷൻ ടിക്കറ്റുമായി വരുന്ന യാത്രക്കാരും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ രാജ്യത്ത് പലപ്പോഴും തീവണ്ടികൾ നടക്കുന്ന ഒരു സാഹചര്യമാണ്. മലബാറിലെ തീവണ്ടികൾ യാത്രക്കാരെ കൊണ്ട് നിറയുകയാണ്. ജനറൽ കോച്ചുകളിൽ സൂചി കുത്താൻ ഇടമില്ലാത്ത തീവണ്ടി കോച്ചുകൾ സംഘർഷ മേഖലയാകുന്നത് മറ്റൊരു ഭീഷണിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ആഴ്ച മംഗളൂർ തിരുവനന്തപുരം എക്സ്പ്രസിൽ ടിക്കറ്റ് ചെക്കർ ആക്രമിക്കപ്പെട്ട ഒരു സംഭവം വലിയ രീതിയിൽ ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കണം. കേരളത്തിലെ തീവണ്ടികളിൽ 4 വർഷത്തിലധികം 30-ലധികം ടിക്കറ്റ് പരിശോധകരാണ് ആക്രമിക്കപ്പെട്ടത്. വാക്ക് തർക്കവും ഉന്തും തള്ളും അതാണ് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നത്. കൂടാതെ കുറച്ച് വർഷത്തിന് മുന്നേ ഈ ട്രെയിനിന്റെ അകത്ത് തന്നെ ഒരു ഉന്തും തള്ളും ഉണ്ടായി. ഒരു TTR ട്രെയിനിന്റെ പുറത്തേക്ക് തെറിച്ചു വീണ് മരണപ്പെടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ടിക്കറ്റ് ഇല്ലാതെ റിസർവേഷൻ കോച്ചുകളിലേക്ക് കയറിയതാണ് ഭൂരിഭാഗം കേസുകളുടെയും കാരണം. സീസൺ ടിക്കറ്റുകാരും കേസിൽ ഉൾപ്പെട്ടവരിലുണ്ട്. എക്സ്പ്രസ് അല്ലെങ്കിൽ മെയിൽ വണ്ടികളിൽ ഡി റിസർവ്ഡ് കോച്ച് കൂട്ടാത്തതും പാലക്കാട് ഡിവിഷനിൽ പകൽ സ്ലീപ്പർ ടിക്കറ്റ് നൽകാത്തതും യാത്രാ പ്രശ്നം ഇരട്ടിയാക്കുന്നതായി യാത്രക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മലബാറിലും മാവേലിയുടെയും അടക്കം സ്ലീപ്പർ കോച്ചുകൾ ചുരുങ്ങിയിരിക്കുകയാണ്. പല വണ്ടികളും ജനറൽ കോച്ച് സ്ലീപ്പറും കുറച്ചാണ് AC കോച്ചുകൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പകരം പാസഞ്ചർ അല്ലെങ്കിൽ മെമു അത് ഓടിക്കാത്തതിനാൽ പീക്ക് സമയങ്ങളിൽ തിരക്ക് വലിയ ഒരു തിരിച്ചടിയായി മാറുന്നുണ്ട്. ഇപ്പോൾ പിഴത്തുക കൂട്ടിയതോടെ മലബാറിൽ തീവണ്ടി യാത്ര അതികഠിനമായിരിക്കുകയാണ്. മെമു വണ്ടികൾ ഇല്ലാത്തതും പാസഞ്ചറിലെ കോച്ചുകൾ കുറച്ചതും കാരണം ഇപ്പോൾ സൂചി കുത്താൻ ഇടമില്ല. ഓരോ സ്റ്റേഷനിലും തിരക്ക് വർദ്ധിക്കുമ്പോൾ യാത്രക്കാർ ജനറൽ കോച്ചിൽ നിന്ന് സ്ലീപ്പറിലേക്ക് കയറുന്നതിനും കനത്ത പിഴ നൽകേണ്ടി വരുന്നു.